ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു കൗതുകം. ഒരുപാട് നാൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വോയിസ് എടുക്കാത്തതുകൊണ്ട് മാത്രം അപ്ലോഡ് ചെയ്യാൻ വൈകിയ ഒരു സംഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. തേൻനെല്ലിക്കയാണേ. തേൻനെല്ലിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചവർപ്പും മധുരവും എല്ലാം കൂടി വരുമല്ലേ. നോക്കിയാലോ നമുക്ക് എന്താ തേൻനെല്ലിക്ക എന്ന്, മധുരമാണോ ചവർപ്പാണോ എന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നെല്ലിക്കയുടെ ഗുണങ്ങൾ എന്താന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ്, ഫൈറ്റോ കെമിക്കൽസ് എന്നിവയാൽ സമ്പന്നമാണ് നെല്ലിക്ക. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നോക്കിയാലും നമുക്ക് തേൻനെല്ലിക്ക എങ്ങനെയാ ഇടുന്നതെന്ന്. ആദ്യമേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് നെല്ലിക്ക കഴുകി ആവിയിൽ വേവിക്കാം. ആവിയിൽ വേവിക്കാനായി എളുപ്പം വെന്ത് കിട്ടാൻ ഒരു ഈസി പണിക്ക് വേണ്ടി നമുക്ക് ഈ നെല്ലിക്കയിൽ കുറച്ച് കുത്തു 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 ഇട്ട് കൊടുക്കാം. ഫോർക്കോ കത്തിയോ ഉപയോഗിച്ച് നന്നായിട്ട് കുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഊട്ട വീണ് പെട്ടെന്ന് ആവി കയറി ഉള്ളു വെന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിക്കേന മാക്സിമം കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലിച്ചെമ്പിൽ ഇത് വേവിക്കാൻ വെക്കാം. അധികം അങ്ങോട്ട് വെന്ത് വിട്ടുപോരൊന്നും വേണ്ട. ഒരു 7-8 മിനിറ്റ് ഒന്ന് ആവി കൊണ്ട് വരുമ്പോഴേക്കും ഇതൊന്ന് ഏകദേശം വെന്തിട്ടുണ്ടാവും. അത് മതിയാകും. നന്നായി വെന്ത് അല്ലി കുരുവിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു പരുവൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പനങ്കൽക്കണ്ടം ഉരുക്കിയെടുക്കാം. പനങ്കൽക്കണ്ടത്തിലാണ് നമ്മളിത് വരട്ടിയെടുക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ കുറച്ച് പനങ്കൽക്കണ്ടം എടുക്കാം. ഏകദേശം ഞാനിവിടെ ഒരു 1/2 കിലോ പനങ്കൽക്കണ്ടാണ് 1 കിലോ നെല്ലിക്കൊക്കെ എടുത്തിട്ടുള്ളത്. പനങ്കൽക്കണ്ടം നമുക്ക് ഉരുക്കിയെടുക്കണം. ഉരുക്കി അരിച്ചു മാറ്റിയ പനങ്കൽക്കണ്ടത്തിലാണ് നമ്മൾ നെല്ലിക്കയിട്ട് വരട്ടിയെടുക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ് പനങ്കൽക്കണ്ടം. ഇത് പനി വരുമ്പോഴാണ് അല്ലെങ്കിൽ കഫക്കെട്ടുള്ളപ്പോഴാണ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് പനങ്കൽക്കണ്ടം. ബോഡിയുടെ ഓവർ ഹീറ്റ് ഒക്കെ കുറക്കാനായിട്ട് ഉപയോഗിക്കും. അല്ലാതെ തന്നെ ഒരുപാട് ഗുണവശങ്ങളുള്ള ഒരു സംഭവമാണ് നമ്മുടെ പനങ്കൽക്കണ്ടം. നമുക്കിത് വൃത്തിയാക്കി അരിച്ചെടുക്കണം. ഉരുക്കി വന്നതിന് ശേഷം ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. ഇത് എന്താ പറയാ, ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാരും തണ്ടും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ നെല്ലിക്ക വെന്ത് വന്നിട്ടുണ്ടാകും. നെല്ലിക്ക ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ പനങ്കൽക്കണ്ടം അരിച്ച്, സ്റ്റവ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല, അരിച്ച് ചുവട് കെട്ടിയുള്ള പാത്രത്തിലേക്ക് വെക്കാം. ഇതിനകത്തേക്ക് നമ്മുടെ നെല്ലിക്ക ഓരോന്നായി ഇട്ട് കൊടുത്ത് വരട്ടി വരട്ടി എടുക്കണം. പാനിയിൽ കുറച്ച് വെള്ളം കൂടിപ്പോയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വറ്റിച്ച് വരട്ടിയാണ് എടുക്കുന്നത്. ഒരു 3/4 മണിക്കൂറെങ്കിലും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വരട്ടിയെടുക്കാൻ. പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയാ, വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം നെല്ലിക്കയുടെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ മധുരം നെല്ലിക്കയിലേക്ക് പിടിച്ച് നെല്ലിക്ക നല്ല സ്മൂത്ത് ആൻഡ് സ്വീറ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കിത് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊരു 30 to 45 മിനിറ്റ്സ് വരട്ടിയെടുക്കാം. വെള്ളം ചിലപ്പോൾ കൂടുതലാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും ഇത് വരണ്ട് വരാൻ. എങ്കിലും ഒരു 30 to 45 മിനിറ്റ്സ് കൊണ്ട് ഏകദേശം നമ്മുടെ പരുവായിട്ട് വരും. ഇപ്പൊ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഏകദേശം പകുതിയോളം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ആകെ ഈ വരട്ടിയെടുക്കലും മാത്രമാണ് ഇതിനകത്തൊരു ടാസ്ക് വരുന്നത്. ബാക്കി എന്തുകൊണ്ടും സൂപ്പർ ആയിട്ടുള്ളൊരു സംഭവമാണ് തേൻനെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക കഴിക്കാൻ പൊതുവേ കുട്ടികൾക്കൊക്കെ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മടിയന്മാർക്ക് ഈ തേൻനെല്ലിക്ക ഓരോ ദിവസം ഓരോന്ന് കൊടുത്താല് പനങ്കൽക്കണ്ടത്തിന്റെ എഫക്റ്റും അവർക്ക് കിട്ടും, നെല്ലിക്കയുടെ എഫക്റ്റും കിട്ടും. നല്ല മധുരത്തില് മേടിച്ച് കഴിക്കുകയും ചെയ്യും. ഗർഭിണികൾക്കൊക്കെ ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഷുഗറിന്റെ പേടി വേണ്ട. പനങ്കൽക്കണ്ടം ആയതുകൊണ്ട് വെറുതെ പച്ചക്ക കടിച്ചിനും വെള്ളം മട്ടിപ്പ് മാറ്റാനും ഒക്കെ ഉപകാരപ്രദമായിരിക്കും ഇത്. ഇത് നോക്കിയേ, നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അത് കുരുവിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരാ റെഡിയായി നിൽക്കുകയാണ്. വിട്ടുപോരില്ല കേട്ടോ, വിട്ടുപോരാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. നമ്മുടെ പാനിയാണെങ്കിൽ നല്ല തിക്കായിട്ട് കോൺസെൻട്രേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാനി ക്രിസ്റ്റലൈസ് ആയി പോവില്ലേ വീണ്ടും എന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി മതി കേട്ടോ, ഒരെണ്ണം ഫുൾ ആഡ് ചെയ്താൽ ഭയങ്കര പുളിപ്പായി പോവും. നാരങ്ങയുടെ കയ്പ്പ് വരും.
നമുക്കൊരു പകുതി ചെറുനാരങ്ങ നീര് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ അവിടെ നടക്കില്ല. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. കണ്ടതേ, ഇത് നമ്മുടെ നൂൽപ്പരുവം കണ്ടല്ലേ. ഇനി ഇത് നന്നായി തണുക്കാൻ വിടണം. തണുത്ത് കഴിഞ്ഞിട്ട് നല്ല ഗ്ലാസിന്റെ ജാറിൽ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ 1 വർഷം വരെ ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് തേൻനെല്ലിക്ക. ഇതിപ്പോ ഇന്ന് കഴിക്കുന്നതിനേലും ടേസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും. അന്ന് തന്നെ കഴിച്ചാൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഒരാഴ്ച അങ്ങനെ ടൈറ്റ് ആയിട്ട് മൂടി വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല മധുരം ഇരിക്കും നെല്ലിക്കയ്ക്ക്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. കുട്ടികൾ നെല്ലിക്ക കഴിക്കുന്നില്ല എന്നുള്ള പരാതി അമ്മമാരും പറയൂല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല്. ഇനി വേണമെങ്കിൽ പനങ്കൽക്കണ്ടത്തിന് പകരം പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. പഞ്ചസാര അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ടും കുട്ടികൾക്കും ഗർഭിണികൾക്കും ഒക്കെ കൊടുക്കാൻ നല്ലത് പനങ്കൽക്കണ്ടം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശർക്കര ആയാലും കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ട് സംഭവം എന്ന്. Till the next video, bye bye.